ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ബർത്ത്ഡേ ട്രീറ്റിന് പോവാണ് കേട്ടോ. ഞാൻ ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 7:45 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ട്രീറ്റ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പാലാരിവട്ടത്തെ ബിയോണ്ട് വർക്ക് ഇന്നിലാണ്. ഞാനും തകജും കൂടി എൻ്റെ 2 വീലറിനാണ് കേട്ടോ പോകുന്നത്. ഇതിലൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ വണ്ടി ഓടിക്കുന്ന ആൾക്കും പുറകെ ഇരിക്കുന്ന ആൾക്കും ഗൂഗിൾ മാപ്പ് നോക്കാൻ അറിയില്ല. അങ്ങനെ പാലാരിവട്ടത്തെത്തി ഏതോ ഒരു ഷോർട്ട് കട്ട് കയറി വഴി അറിയാണ്ട് ഇങ്ങനെ പെട്ട് നിൽക്കുമ്പോഴാണ് ദൈവദൂതരെ പോലെ സഫിനും പ്രയാഗും വരുന്നത്. പിന്നെ പെട്ടെന്ന് അവരെ കണ്ടതോടുകൂടി ഞങ്ങൾക്ക് സമാധാനമായി. 8:30 ആണ് നമ്മളോട് ടൈം പറഞ്ഞിരുന്നത്. എല്ലാവരും ആ ടൈമിൽ തന്നെ എത്തിയിട്ടുണ്ട്. താഴത്തെ കൗണ്ടറിൽ ഓർഡർ പ്ലേസ് ചെയ്തതിന് ശേഷമേ നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ടേബിളിലേക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മളിവിടെ തകർത്ത് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും ഫുഡ് വരാൻ നല്ല ലേറ്റ് ആവും. നമ്മളൊരു 10-18 പേരുണ്ടായിരുന്നു. ഐശ്വര്യജിന്റെ യൂട്യൂബിനെ പറ്റി എന്തെങ്കിലും 2 വാക്ക് സംസാരിക്കും. ഭയങ്കര ഇവരെ കണ്ടാ ജെംസ് പാക്കറ്റ് പൊട്ടിച്ച പോലെ ഇരിക്കില്ലേ? എല്ലാവരും ഫുഡിന് വേണ്ടി മാരക വെയിറ്റിംഗ് ആണ് കേട്ടോ. അറ്റ് ലാസ്റ്റ് നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. ഞാൻ സ്മാഷ് ബീഫ് ബർഗറാണ് കേട്ടോ പറഞ്ഞത്. എല്ലാവരും ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഒക്കെയാണ് പറഞ്ഞത്. യൂഷ്വലി കഴിക്കുന്ന KFC, മക്ഡൊണാൾഡ്സിൻ്റെ അവിടുത്തെ ഒരു ബർഗറിൻ്റെ ഒരു ടേസ്റ്റ് അല്ല ഇവിടുത്തെ ബർഗറിന്. എനിക്ക് കുറച്ചും കൂടെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തു. മീറ്റ് ആണെങ്കിലും വെജീസ് ആണെങ്കിലും ഈവൻ ആ ബണ്ണാണെങ്കിൽ പോലും ഭയങ്കര ഫ്ലഫി ബണ്ണായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണ്, എന്നാലും ഫുഡ് അടിപൊളിയാണ്. വൺസെങ്കിലും പോയി ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ടാണ്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ക്യാരമൽ ചീസ് കേക്ക് അവർ കൊണ്ടുവന്നത് കേട്ടോ. ആകെ ഒരു ചീസ് കേക്കേ പറഞ്ഞിട്ടുണ്ടായുള്ളൂ, പക്ഷെ അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അവസാനം ഇടിയായി ചീസ് കേക്കിന് വേണ്ടി. ഇടി കണ്ടിട്ട് അവർ എക്സ്ട്രാ ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു ചീസ് കേക്കും കൂടെ നമുക്ക് കൊണ്ട് തന്നു. പിന്നെ ഒരു റിവ്യൂ ഫോമും കൂടി ഫില്ല് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് അങ്ങനെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി. ഒരു 10:30 ഒക്കെ ആയിട്ടുണ്ടാവും അന്നേരം.